Hi friends, welcome back to our channel. This is only M&M Creations and Makeup Up Meet Joseph. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ചെറിയൊരു കുറേ നാളൊക്കെ വെച്ചൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷത്തെ വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. ഇന്ന് ആക്ച്വലി നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ഉള്ളൊരു ദിവസമാണ്. പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന്. എനിക്ക് ഈ എന്താ പറയുക, ഈ സണ്ണി ഡേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആദ്യ കുർബാനയുണ്ട് ഇവിടെ. അപ്പം അത് വൈകിട്ടാണ്, വൈകിട്ട് ഒരു 5 മണി ആ ഒരു ടൈമിലാണ്, 5 മണി 5:30 ആ ഒരു ടൈമിലാണ്. അപ്പം അതിന് പോകണം. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ, ഒരു സ്മോൾ ഡേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇട്ട അതേ ഡ്രസ്സ് തന്നെയാണിത്. അപ്പം ഞാൻ അതിൻ്റെ മണ്ടയിൽ മറ്റേ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഹുഡി പോലത്തെ സംഭവം. അത് ഞാൻ മാറ്റിയിട്ട് ഡ്രസ്സ് മാത്രമാക്കി. കാരണം എന്താ പറയുക, നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തണുപ്പില്ല. എന്ത് രസമാണെന്നറിയാമോ ഈ സൂര്യൻ്റെ ആ ഒരു നമ്മളെ ശരീരത്തേക്ക് ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ പോകും. കോമൻറ്റി ഇറങ്ങിയപ്പം ഇപ്പം സമയം 8:10 ആയിട്ടുള്ളൂ. ഇവിടെ കടകളൊക്കെ തുറന്ന് വരണമെങ്കിൽ ഒരു 9-9:30 ആവും. മെത്തലാൻ എന്ന് പറയുന്ന കട, അവന് പാൻറ് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അത് 9 മണിയാകുമ്പോഴേ തുറക്കും. ന്യൂലുക്ക് 9 ആകുമ്പോഴേ തുറക്കുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ ബാലോസ് റോട്ടിൽ വണ്ടി ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് സിറ്റി സെൻറ്ററിലേക്ക്. അപ്പം നമ്മളിങ്ങനെ സിറ്റി സെൻറ്ററിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ പുതിയൊരു റൂൾ വന്നിരിക്കുകയാണ്. എല്ലാ മാസവും ഫസ്റ്റ് വീക്കിൽ ശനിയാഴ്ച ആണെന്ന് തോന്നുന്നു ബസ്സിൽ സഞ്ചരിക്കുന്നവർക്ക് ഫ്രീ ആണ്. ഏത് വണ്ടിയിൽ ബസ്സിൽ കയറി കഴിഞ്ഞാലും ഇവിടെ ട്രാവൽ അന്നത്തെ ദിവസം ഫ്രീ ആയിരിക്കും. അപ്പം അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ സ്വീറ്റീനെ വിളിച്ചതായിരുന്നു. അപ്പോൾ സ്വീറ്റീൻ്റെ ഒരു കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. ഇന്ന് ശനിയാഴ്ച ആയത് കാരണം ഇവിടെ സിറ്റി സെൻറ്ററിൽ ചെറിയൊരു എക്സിബിഷൻ്റെ ഒരു പരിപാടിയുണ്ട്. എന്തെന്ന് അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരി അവിടെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴിക്ക് അതും കൂടെ കാണാം. നമ്മൾ താണ്ടേ അറ്റ്ലാന്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് തുറന്നെന്ന് അറിയത്തില്ല, 9 മണിയാണ് തുറക്കേണ്ട ടൈം. തുറന്നില്ലെന്ന് തോന്നുന്നു. അത് തുറന്നു. ഭാഗ്യം തുറന്നു. ഇത് ആക്ച്വലി തുറന്നു വരുന്നേ ഉള്ളൂ. നമുക്ക് സാധനങ്ങൾ വേണമെങ്കിൽ നോക്കാം, പക്ഷെ ബില്ല് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കുന്നതാണ് പറഞ്ഞത്. ഇവിടെ അത്യാവശ്യം എല്ലാത്തിനും നല്ല ഓഫറുണ്ട് എല്ലാത്തിനും. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ന്യൂ ലുക്കിൽ പോകാൻ. അത് കാരണം ഞാൻ ഇവിടെ കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല. ഇതിന് ഒരു പാൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ നല്ല ഇയറിങ്സിൻ്റെ ഒക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനതാൻ്റെ ഒരു റിങ് എടുത്തു, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇയറിങ് സെറ്റും എടുത്തു. നോക്കട്ടെ അതെങ്ങനെയുണ്ട്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നല്ലതായിരിക്കും. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇട്ടാൽ നല്ല രസമായിരിക്കും കാണാൻ. എനിക്ക് അത്ര കംഫർട്ട് തോന്നില്ല. രസമുണ്ട്, പക്ഷെ ഒരു പഴതുണി പോലെ തോന്നുന്നുണ്ട് എനിക്കിത്. 16 പൗണ്ടുണ്ട്, പക്ഷെ ഒരു ഉപകാരം ഒരു കണ്ടിട്ട് എനിക്കത് ആ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആണോ? നിങ്ങൾ പറയൂ ഗൈസ്, കളർ ഇഷ്ടപ്പെട്ടോന്ന്. പിന്നെ അവൻ പറഞ്ഞത് ഇതാണ്. പക്ഷെ ഇന്നലെ ഇതേ മോഡൽ തന്നെ, മോഡലല്ല കൈൻഡ് ഓഫ് കളർ ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എടുത്തത്. പക്ഷെ അതൊരു വല പോലെ എടുത്ത് ഒരു സാധനം, ഉള്ളിൽ ഒരു ബനിയനൊക്കെ ഇടുന്ന അങ്ങനത്തെ ഒക്കെ ഒരു വ്യത്യാസമുള്ളൂ. നിനക്ക് ഇതാണോ ഇഷ്ടപ്പെട്ടെ? ആ ബ്ലാക്ക് ആണോ ഇഷ്ടപ്പെട്ടെ? ഇല്ലെങ്കിൽ പിന്നെ ഇത് വാങ്ങിക്ക്. അത് വേണ്ട.
വേണ്ടല്ലേ? കൊള്ളാം അല്ലേ? അതിപ്പോഴത്തെ പാൻറ്റിന്റെ കൂടെ നൈസായിരിക്കും. ഈ പാൻറ് ഒന്ന് കാണിക്ക്. ഈ പാൻറ് ഉണ്ടോ? ഈ പാൻറ്റിനകത്ത് മറ്റേ ഇതുണ്ട്, അതുകൊണ്ട് സെറ്റാണ്. അകത്ത് വള്ളി കൊടുത്ത് പണ്ട് നമ്മള് ചാക്കുനൂലിട്ട് കിട്ടുന്നതിന് ആ രീതി അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടല്ലേ? ആ പാൻറ് ഓക്കെ. ഈ കളർ കൊള്ളാം അല്ലേ? ആ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ കൈന്റെ അവിടെ ഇച്ചിരി ഒതുങ്ങി പേടിക്കുന്നു. അതൊരു പ്രായമായ ഒരു ലുക്കാണ് ഇതാതോ? പക്ഷെ അതെനിക്ക് തോന്നുന്നു ജീൻസ് മറ്റേ പാന്റിന്റെ കൂടെ സെറ്റ് ആയിരിക്കും. ഇത് ലാർജ് വേണം. എനിക്ക് തോന്നുന്നതേ ഈ ഷർട്ട് ഉണ്ടല്ലോ, ഈ ഷർട്ട് കുറച്ച് ഫിറ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും ഭംഗി. ഈ ഒറ്റ കളറ്. ഇത് പക്ഷെ കുറച്ച് ഫ്രീ സൈസ് ആയിരിക്കും നല്ലത്. നിനക്ക് കംഫർട്ട് നോക്കടാ. ഞങ്ങളിപ്പോ അതാണ്ട് സാധനങ്ങൾ മേടിച്ച്. 20% ഓഫ്. മെറ്റ്ലാൻഡില് 20% ഓഫ് ഉണ്ട്. അവിടെ ഈ പറയുന്ന പോലെ നമുക്ക് കാർഡ് ഒക്കെ ഉണ്ട്. കാർഡ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ. കാർഡ് വെച്ച് ചെയ്താൽ 20% ഓഫർ കിട്ടും. പക്ഷെ അവിടെ ആദ്യമായിട്ട് വരുന്നവരെ കൊണ്ടൊക്കെ എല്ലാവരും കൊണ്ട് എനിക്ക് കാർഡ് എടുപ്പിക്കുന്നുണ്ട്. അത് വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല, പൈസയും ചെലവില്ല കാർഡ് എടുക്കാനായിട്ട്. പക്ഷെ എന്നാലും നമ്മൾ കാണുന്ന ആ ഒരു വലിയ എമൗണ്ടിന് മാറ്റം വരുമ്പോഴേ ഒരു സന്തോഷമല്ല, ഒരു സുഖം. വെള്ളം കുടിക്കാൻ താഴ്ചയിലാണ്ട് ഒരു ബോട്ടിൽ വെള്ളവും എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനമൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് കാരണം എനിക്ക് ഓർഡിനറി വാട്ടർ. സെൻറ്റ് ജോൺസ് ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഓരോ ടേബിൾസ് കാണാൻ പറ്റും. കണ്ടോ? ഇതൊക്കെ എക്സിബിഷൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ടേബിൾസ് കൊടുത്തിരിക്കുകയാണ്. ഈ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംതിങ് നൈസായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതേപോലെ ടേബിൾസ് നമുക്ക് ആവശ്യം. ഇപ്പോൾ നമുക്കൊരു ചായയും പഴംപൊരിയും വിൽക്കണം. അപ്പോൾ നമുക്കിവിടെ കൗൺസിലിൻ്റെ ഭാഗത്ത് നമുക്ക് ഇവിടെ എപ്പോഴാണോ അവർ ഇതുപോലത്തെ പ്ലാനിങ് ഒക്കെ നടക്കുന്നത്, അതായത് ടേബിൾസ് കൊടുക്കുന്നത്, അപ്പോൾ ആ ടൈമിൽ നമുക്കും ഇതേപോലെ തന്നെ ടേബിൾസ് പർച്ചേസ് ചെയ്യാൻ ഫ്രീ ആണ്. ഫ്രീ അല്ലേ കുഞ്ഞു? പിന്നെ ചിലത് ഫ്രീ ഉള്ളതുണ്ട് അല്ലേ? ചിലത് ഫ്രീ ഉള്ളതുണ്ട്, ചിലത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം ഇപ്പം ഇഷ്ടംപോലെ സ്റ്റാളുണ്ട് കേട്ടോ. ഇന്ന് കുറേ ഉണ്ട് സ്റ്റാള്. അപ്പം നമുക്ക് ഇതേപോലെയൊക്കെ നടത്താം. ഇത് കണ്ടോ, ഈ പുറത്ത് കാണുന്ന നീല തണലിട്ടിരിക്കുന്നത് നമ്മുടെ എന്താണ് സ്റ്റാളുകളാണ്. ഇത് എനിക്ക് ഡ്രസ്സുകൾ എനിക്ക് അടിപൊളി കാര്യം. 2-4 ഡ്രസ്സൊക്കെ ഉള്ളൂ. മൈലാഞ്ചി. Wow. Mehendi? Hello there. Hi. How are you? I'm good. How are you? Yes, very well, thank you. I think it's going to be hot today. I think I feel like an Indian touch this kind of things have, because mehendi, earrings and everything like that. Yeah. Very lovely. Obviously slippers. Oh yeah, and the dresses here. And there's some other ones there as well. Oh yeah. Beautiful അല്ലേ? ഇതാണ് നമ്മുടെ സ്വീറ്റിയുടെ ക്ലേ. Really like to hear that you like music and all the music instruments are really amazing. I'm looking for buying anything today already. No, but it's amazing. Thank you. No worries at all. Good luck. Thank you. See you. കേരള ക്ലേ ഐറ്റംസ് അല്ലേ? കേരള കൈൻഡ് ഓഫ് കേക്ക് ക്ലേ. ഇതെന്റെ വീണയാണ്. ഓക്കെ, അപ്പോ ഇതെല്ലാം സ്വീറ്റിയുടെ കൈപരീക്ഷണമാണ്. ഈ ഒരു സംഭവം തന്നെയാട്ടാ. ഈ ഫ്രെയിം ഒക്കെ എവിടുന്ന് ചെയ്തു? ഫ്രെയിം മാത്രമേ ഇവിടെ വന്നു, ബാക്കിയെല്ലാം നാട്ടിൽ എല്ലാം ഇമ്പോർട്ട് ചെയ്തു. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതല്ലേ ഇത്? അല്ല, ഇവിടെ വെച്ച് ചെയ്തത്. മെറ്റീരിയൽസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ചെയ്തു. ഫ്രെയിം മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇതന്നെ എല്ലാം പറയുന്നില്ലേ? ഓക്കെ, സോറി.
ഇത് ഈ കാണുന്ന തന്നെ എല്ലാ കഥകളും പറയുന്നുണ്ടല്ലേ? എനിക്ക് അതിന്റെ കഥ ഒന്ന് പറയൂ. ഇത് ഹാർവെസ്റ്റിംഗ് തീമാണ്. ഇത് ഹാർവെസ്റ്റിംഗ് ആണ്. ഒരു വെഡിങ് തീം ഉണ്ടായിരുന്നു, അത് സെയിലായി. പിന്നെ മ്യൂസിക് ആണ് കൂടുതലും വെച്ചിരിക്കുന്നത്. ട്രൈബൽ ആർട്ടിന്റെ ഒരു ഫോമാണിത്. ഇവിടെ കുക്കറൊക്കെ ഇരിക്കുന്നു. ഹോം കാറ്റർ. ഓ, ചിക്കൻ ബിരിയാണി. ലവ്ലി. ഇത് ഇന്ത്യൻ. ഇന്ത്യൻ ഫുഡ് ആട്ടോ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ സ്വീറ്റിയുടെ കൂടെ ആക്കിയിട്ട് താണ്ട് ന്യൂ ലുക്കിലേക്ക് വന്നിരിക്കുകയാണ്. മിൻചേച്ചിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മിൻചേച്ചി സിന്ധുചേട്ടനൊക്കെ ഇപ്പോൾ വരും. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനമൊക്കെ മേടിക്കാൻ, പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ടൈം എടുത്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ഏതാണെന്നുള്ളത് ഒക്കെ നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിനെ കൊണ്ട് അപ്പഴയുടെ ഇടയ്ക്കില്ല, ഇതിനെ ഞാൻ മറ്റേ സ്വീറ്റിക്ക് കൂട്ടിനായിട്ട് ഞാൻ അവിടെ ഇരുത്തി. അപ്പം ഞാൻ ആ ഒരു സമയം കൊണ്ടെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഈ കണ്ടൊരു ജംസ്യൂട്ട് ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങെടുത്തു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് ഞാൻ ആ കൂട്ടത്തിൽ ഞാൻ വീഡിയോ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ട്, ഇത് കൊള്ളാവോ അത് കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്താ പറയുക, കളർഫുൾ സാധനങ്ങളൊക്കെ കണ്ണിലിങ്ങനെ കണ്ടു കഴിയുമ്പോൾ നോക്കുക എന്നല്ലാണ്ട് എടുക്കാനൊന്നും അങ്ങനൊരു താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു ബ്ലാക്ക് ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു ഇച്ചിരി ഒരു ടൈറ്റനായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാരണം ഞാനതങ്ങ് ഒഴിവാക്കി. വയറക്കപ്പും ഇരിപ്പുണ്ട്, അത് കാരണം ഞാനതങ്ങ് ഒഴിവാക്കി. പിന്നെ ആ ഒരു ജംസ്യൂട്ടും ഒരു ബ്ലാക്ക് ടോപ്പും ഈ കണ്ട ആ ഒരു വൈറ്റ് ഷൂവും, പിന്നെ എന്താ ഞാൻ എടുത്തത്, പിന്നെ ഞാനൊരു പാൻറ്റും എടുത്തു. അത്രയാണ് ഞാൻ ന്യൂ ലുക്ക് എടുത്തത്. അപ്പം അത്യാവശ്യത്തേക്കുള്ള സാധനങ്ങളൊക്കെ എനിക്കായി സമ്മറിലേക്ക്. ഞങ്ങൾ കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൾ അത്യാവശ്യം സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്വീറ്റി. This is a lady playing music. This is a Turkish blue color. You cannot. It's a really different color. Yeah, it's deep blue sea color, and especially in the daytime and the night also. Yes. Since it is a metallic shade, it will give something special effect on all color. നല്ല ടയേർഡായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. രാവിലെ ലിപ്സ്റ്റിക്കൊക്കെ പൊത്തി ഇറങ്ങിയതെല്ലാം പോയി. അത് വെള്ളം കുടിച്ചപ്പോൾ തന്നെ പോയായിരുന്നു. പിന്നെ എനിക്ക് ഒരു 2 മണിക്കൂർ മുന്നേ ഞാൻ കയറിയതാ ന്യൂ ലുക്കിൽ. ഈ ഡ്രസ്സ് ഒരുപാട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇട്ട് നോക്കി. പിന്നെ അതുപോലെ തന്നെ കൂടെ മിൻചേച്ചിയും കൊച്ചും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരോട് ട്രൈ ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു ടൈമായി. ഇപ്പോൾ സമയം 12 മണി ആവാനായിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ കുറച്ച് എന്തൊക്കെയോ സംതിങ് നൈസ് അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ പഴയ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഓൾഡ് ഏജ് ആയിട്ടുള്ള വണ്ടികളുണ്ടല്ലോ, ഒരുപാട് വർഷം പഴക്കമുള്ള ഏജ്ഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. എവിടെയാണെന്ന് അറിയില്ല, ഇതും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പം മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് മോളിൻ്റെ ഉള്ളിലേക്ക് കയറിയതാണ്. ഓ ഗോഡ്, ഐ എം റിയലി ടയേർഡ്. വണ്ടി കേട്ടോ ഇത്. രസമല്ലേ ലുക്ക് കാണാന്, ഫ്രണ്ട് കാണാനൊക്കെ എന്നെ രസമാ. ഇതിന്റെ ഉൾഭാഗം നോക്കാം, അടിപൊളി. അതെ, ഈ വണ്ടികളുടെ വീഡിയോ എടുത്തെടുത്തെടുത്ത് ഞാൻ മരിക്കും. ജാഗ്വർ X300. ഇതും എനിക്ക്
മിനി കൂപ്പറിന്റെ ഡിഫറെന്റ്. ഓ കുഞ്ഞു, ഇതെല്ലാം മിനി അല്ലേ കുഞ്ഞു? എന്താ ഇത്? മോർഗൻ. ഇത് മിനിയാണോ? അല്ലല്ലോ, സോറി സോറി സോറി. ഞാനതിന്റെ സൈൻ കണ്ടിട്ട് പോലും ഞാൻ മിനിയാണ് പറഞ്ഞത്. ഇത് എനിക്ക് മിനി. Oh, really beautiful. Piccadilly. Where വണ്ടി? Lotus. ഈ ഒരു സ്ട്രീറ്റ് മുഴുവൻ വണ്ടികളാണ്. വണ്ടികളുടെ ഒരു ആർട്ട് ഷോയുണ്ട്, പിന്നെ അതുപോലെ തന്നെ എക്സിബിഷൻ ഉണ്ട്. She want to take the video. His name is Buddy. No, we saw already in our video. Yeah. Oh, you're shitting. He's hot. You're hot, darling. You're so hot. Alright then. That guy's really good. That guy's really good. Yeah, he's very nice. Enjoy your day. Alright, see you. Bye bye. ജാഗോറി ഉണ്ട്. A granny, get my granny off the drugs. Oh no! High five. Yeah, good lad. ഞങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാണ്. അല്ല, കുറച്ച് താടി വേണം. ഞാൻ എപ്പോഴും സിൻ്റെ പറയും കുറച്ച് താടി മൊത്തം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആയി വരുന്നുണ്ട്. ഏജ് താഴേക്കാണോ? And you write down the name of the shop and what colour the haggis is in the window. Okay, everything is like hangings. Yeah. These are haggis. Hackers. So it's calling hackers. Haggis. Okay, hackers. Wee Yeah. Scottish beastie, runs around the hills of Scotland, eats midges and drinks Okay, whiskey. just find the shop and write the names here. Yeah. Oh, Yeah. very hard to find. Sky ഒക്കെ കാണാൻ നല്ല രസമാണ്. On the books tells you all about. Okay. So you do have any maps or something for this? No. So we find also. We need to find this. Yeah. Okay. We've got the main street here, which is the high street, and there's some in the high street, and there's some in the streets just off the high street. So if you started in George Street, you would find two, 799, and then you work your way up that way. Okay. How many times we can take? Ready? മനസ്സിലായി എത്ര ടൈം കൊണ്ട്? Sorry. How many times? Any time limit? No, No. we'll be here till 4 or 5 o'clock anyway. 4, 5. Oh, Yeah. okay. Sorry, Okay. it's very difficult. I'm sorry. Really sorry. That's okay.
400 കാറുകൾ. കണ്ടുമടുത്ത്. കാറുകൾ മാത്രമല്ല, മറ്റേ ഈ ഫാം റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വണ്ടികളുണ്ട്, മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള വണ്ടിയുണ്ട്, 2 വീലേഴ്സ് ഉണ്ട്, ഒരുപാട് കൈൻഡ് ഓഫ് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. പല ബ്രാൻഡിൻ്റെ ഒക്കെ, ഫോർഡിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. കുറേ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നടക്കാനുള്ള ആ ഒരു ആരോഗ്യം ഇനി ഇല്ലാത്തത് കാരണമാണ് നടക്കാത്തത്, എടുക്കാത്തത്. ഇനി മെല്ലെ വീട്ടിൽ ചെല്ലണം, വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കണം, കിടക്കണം, അടുത്ത പരിപാടിക്ക് പോകണം. അപ്പം നമ്മൾ അന്നേരം കാണാം. നമ്മൾ നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ ഫംഗ്ഷൻ വന്നിരിക്കുകയാണ്, റിസപ്ഷന്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആട്ടോ, നല്ല ലേറ്റാണ്. 5:30 പ്രോഗ്രാം. ഇപ്പോൾ 6:15 കഴിച്ചിട്ടുണ്ട്. വണ്ടി ഇതാണ്ട് പാർക്ക് ചെയ്ത് പുറഭാഗം കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം കേട്ടോ. കുറേ വണ്ടികളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും ഈ ഒരു ഏരിയ തന്നെ ഫില്ലായിട്ടുണ്ട്. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസുമാണ് ഈ ഒരു വില്ലേജ് എന്ന് പറയുന്നത്. അപ്പം ആനന്ദൻ്റെ സോങ്ങാണ് പുറത്തേക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കാരണം ഒരു പാട്ടും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ആദ്യ കുർബാന പെണ്ണ്. പിന്നെ അതുപോലെ തന്നെ 2 ചെക്കന്മാരും കൂടെ ഉണ്ട്, നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ പിള്ളേരാണ്. അപ്പം വന്നപ്പോൾ തന്നെ ഞങ്ങൾ വരുന്നതിന് തന്നെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോഷൂട്ടിൻ്റെ ആ ഒരു ബഹളമാണ് നിങ്ങൾ അടുത്തത് കാണാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഓരോ ഫാമിലി ബൈ വൺ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അടിപൊളിയായിട്ട് ഇവർ എന്താ പറയുക, ഈ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ടോ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര എനിക്ക് പ്രിട്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ ആ കാണുന്ന കേക്ക് ഉണ്ടല്ലോ, ആ കേക്ക് ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ഡെമോ വെച്ചതായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ ആ കേക്ക് എന്ന് പറയുന്നത് ഇവരെല്ലാം കട്ട് ചെയ്തത്. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ ഓരോരുത്തരിങ്ങനെ ഫോട്ടോഷൂട്ട് എടുക്കുന്ന മൊമെന്റായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുതൽ കാണാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്. മറ്റേത് എല്ലാവരും പലരും പല ടൈമിൽ വർക്ക്, പല ടൈമിൽ ഡ്യൂട്ടി, അങ്ങനെയൊക്കെ പോയി വല്ലപ്പോഴും ഒക്കെയാണ് കാണാറൊക്കെ ഉള്ളത്. സിൻഡു ചേട്ടൻ ആദ്യം വിചാരിച്ചു ഫോട്ടോ ആയിരിക്കും എടുക്കുന്നതെന്ന്. ചെറുതായിട്ടൊന്നും ചമ്മിപ്പോയി, സാരമില്ല പോട്ടെ. അപ്പം നമ്മുടെ കൊച്ചുതാണ്ട് ഡ്രസ്സൊക്കെ മാറി, ആദ്യ ഡ്രസ്സൊക്കെ മാറി നല്ലൊരു വയലറ്റ് കളറുള്ള ഭംഗിയൊരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. മെറിൻ കുഞ്ഞാറ്റ, മെറിൻ ഇങ്ങനെ പാറി നടക്കാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ പിള്ളേരുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പം പിള്ളേർ എന്നെ ഡാൻസ് പഠിപ്പിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ മാക്സിമം അവർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പഠിക്കുന്നില്ല, അതാണ് സത്യം. അതാണ് ഇപ്പോൾ പാട്ട്. പാലാപ്പള്ളി പാട്ടിട്ടിട്ടാണ് ഈ കളിക്കുന്ന കളി. പിന്നെ അതുപോലെ തന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും പരിപാടി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, അതിഗംഭീരമായിരുന്നു. അതറിയില്ല.
ഞങ്ങളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും അല്ലേ? ഞാൻ അവരോടാ പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? ഫുഡൊക്കെ അടിപൊളിയാണ്. ഡെസേർട്ട് എങ്ങനെയുണ്ടായിരുന്നു? സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. വന്നപ്പോൾ എന്താ കട്ട്ലേറ്റ്, ചിക്കൻ, പിന്നെ അത് കഴിഞ്ഞ് ദോശ, ചട്നി, സാമ്പാർ, മുട്ട. പിന്നെ ഒരു ആവേശത്തിന് ഞാൻ പക്ഷെ ആവേശത്തിന് ഫുഡ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച ഇറങ്ങിയായിരുന്നു. പക്ഷെ ഞാൻ അത് വേറൊരു വ്ളോഗറാണ്. ഞങ്ങളുടെ അതെ, ഒരു വ്ളോഗ് കൂടി ഓക്കെ. ഇത് നമ്മുടെ SRG അല്ലേ? SRG ക്രാഫ്റ്റും ഉണ്ട്. എവരിവൺ സബ്സ്ക്രൈബ് അവർ ചാനൽസ്. അങ്ങനെ അങ്ങനെ നമ്മുടെ റിസപ്ഷൻ പരിപാടി ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവസാനത്തെ DJ ആണ് നമ്മുടെ അവസാന തരംഗം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആർത്തുല്ലസിച്ച് പാട്ടൊക്കെ പാടി, ബിനിച്ചേട്ടൻ പാട്ടൊക്കെ പാടി, ബിനിച്ചേട്ടൻ, ആനന്ദ്, എല്ലാവരും നല്ല സിംഗേഴ്സ് ആട്ടോ. ആനന്ദിൻ്റെ സോങ് ഒരു രക്ഷയില്ല പറയാൻ, അടിപൊളി പാട്ടാണ്. പിന്നെ ഞാൻ കോപ്പിറൈറ്റ് വരുന്ന വിചാരിച്ചിട്ട് ഞാൻ ഒന്നും തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ അപ്പം ഏകദേശം പരിപാടികളെല്ലാം അവസാനിക്കാനായി. 11 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഹോള് തിരിച്ചു കൊടുക്കണം. അപ്പം അതിനു മുന്നേ എല്ലാവരും ഹാപ്പിയായി. നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മുമ്പിൽ സിൻഡച്ചേട്ടനുണ്ട് സെൻട്രലായിട്ട്, അതിന്റെ ഫ്രണ്ടിലായിട്ട് ടുബിൻ ചേട്ടനുണ്ട്. പോകുന്ന വണ്ടി ടുബിൻ ചേട്ടന്റെ, നമ്മുടെ വണ്ടി തൊട്ട് ബാക്കിൽ. പുറത്ത് എനിക്ക് ഒരുമാതിരി ഒരു 6-7 മണിയുടെ ഒരു ലുക്ക് കേട്ടോ പുറത്തൊക്കെ. പിന്നെ അല്ലേ 7 മണിക്ക് ഞാൻ ഈ ഫ്ലാഷ് ഇട്ടാറിനാണ് തിരിച്ചിങ്ങനെ ഒരു ഡാർക്ക് പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ഒരു 7 മണി, ഓക്കെ 7 മണി 11 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഒരുപാട് നാളത്തെ ഒരു പ്ലാനോടും കൂടിയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു ഹോളി കമ്മ്യൂണിയൻ, ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ. സോ എല്ലാവരും ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി ലീവൊക്കെ എടുത്ത് എല്ലാവരും എൻജോയ് ചെയ്യാനായിട്ട് വന്നു. എല്ലാവരും തന്നെ വന്ന് എല്ലാവരും എൻജോയ് ചെയ്തു. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ ഞങ്ങൾ കണ്ടെന്ന് മേടിക്കുന്നു. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അച്ഛനെ